ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന വിഷയം ഒരു ഭൂമിയുടെ ദോഷപരിഹാരം എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ എങ്ങനെയാണ് സനാതനധർമ്മപ്രകാരം അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നാം നോക്കുന്ന വിഷയങ്ങൾ കേൾക്കുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ഭൂമി എന്ന് പറയുന്നത് വളരെ നിരപ്പായിരിക്കുന്നതായിരിക്കണമെന്നില്ല. അതിനെ നിരപ്പാക്കുന്നുണ്ടാവാം, അതുപോലെ തന്നെ കുഴി മൂടുന്നുണ്ടാവാം, അതുപോലെ തന്നെ നമ്മുടെ ഉയരമുള്ള ഭാഗം വെട്ടി ചെറുതാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വലിയ കുത്തനെയുള്ള പാറക്കെട്ടുകളുണ്ട് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും നമ്മൾ ഒരു ഭൂമി നിരപ്പാക്കുന്നുണ്ട്. അത് നമ്മുടെ ഭൗതികതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം, പ്രധാനപ്പെട്ട 5-6 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഖനനം എന്നുള്ളത്. സനാതനധർമ്മത്തിൽ ഖനനം ഉപയോഗിച്ച് ഭൂമിയുടെ ദോഷം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി നിരപ്പാക്കുക എന്നുള്ള അർത്ഥമല്ല. കാരണം അശുദ്ധമായ ഭൂമി, അതായത് നമ്മുടെ ശവസംസ്കാരം നടത്തിയിരിക്കുന്ന ഭൂമിയിൽ, അത് ഏത് നാൽക്കാലികളതായിരിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതോ വസ്തുക്കളതായിരിക്കോട്ടെ, അങ്ങനെയുള്ള ഏതെങ്കിലും ശവം സംസ്കരിച്ച സ്ഥലം നമുക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതിനാൽ അത്തരത്തിലുള്ള സ്ഥലത്ത് ഒരു 8 വിധസ്തിയെങ്കിലും മണ്ണ് എടുത്ത് ഒഴിവാക്കി, അങ്ങനെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ ഖനനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഖനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരപ്പാക്കൽ എന്നുള്ള നമ്മുടെ ഭൗതികതയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അശുദ്ധമായിരിക്കുന്ന വികാസങ്ങൾ, അത് മാത്രമായിരിക്കണം. നമ്മുടെ ഡിപ്പുകൾ, അതായത് ഡിപ്പുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലമൂത്ര വിസർജ്യങ്ങൾ ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ, അതേപോലെ തന്നെ മറ്റു വേസ്റ്റുകൾ, കാലാകാലം പൊട്ടക്കിണർ എന്നൊക്കെ പറയല്ലേ, അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കിണറുകൾ നമ്മൾ കൂടുതലായിട്ട് കുറേ കാലം വേസ്റ്റുകളൊക്കെ ഇട്ട് മൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലുള്ള മുഴുവൻ മണ്ണും എടുത്തു മാറ്റി പുതിയ മണ്ണ് നിറയ്ക്കുന്ന ഒരവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഖനനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ദഹനം എന്നുള്ളതാണ്. ദഹം എന്ന് പറയും സംസ്കൃതത്തിൽ ദഹനം. എന്താണ് ദഹനം എന്ന് നോക്കാം. ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുശാസ്ത്ര സനാതന ധർമ്മപ്രകാരം ഇപ്പോൾ പ്ലോട്ട് ഉണ്ടാകുന്ന സ്ഥലത്തുള്ള എല്ലാ വൃക്ഷങ്ങളും വെട്ടിമാറ്റുന്നതിനല്ല ദഹം എന്ന് പറയുന്നത്. ദഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വൃക്ഷങ്ങൾ വാസ്തുശാസ്ത്ര സനാതന ധർമ്മപ്രകാരം ചില പ്ലോട്ടുകളിൽ അഭികാമ്യമല്ല എന്ന് കാണുന്നത്. അത്തരം അഭികാമ്യമല്ലാത്ത വൃക്ഷങ്ങളെ മുറിച്ചു മാറ്റി ദഹിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് പൂരണമാണ്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഗൃഹമോ അല്ലെങ്കിൽ മറ്റു നിർമ്മിതികളോ ഉണ്ടാക്കാവുന്ന സ്ഥലങ്ങളിൽ അതിയായ ഗർത്തങ്ങൾ ഉണ്ടാവുകയും ആ ഗർത്തങ്ങൾ മറ്റ് ദോഷങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, ആ ഗർത്തങ്ങൾ പൂരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗർത്തപൂരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് മൂന്നാമത്തത് എന്ന് പറയുന്നത്. നാലാമത്തത് വിപ്രോചിഷ്ടം. എന്താണ് വിപ്രോചിഷ്ടം എന്ന് നോക്കാം. വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നാണ്. അതായത് ബ്രഹ്മത്തെ അറിഞ്ഞവൻ, അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനം നേടിയവൻ, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം നേടിയവർ കുറേ കാലം താമസിച്ച ഭൂമി, ആ ഭൂമി നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് ഗുണാത്മകമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ വിചാരിക്കുന്ന സ്ഥലത്ത് കുറേ കാലം ബ്രാഹ്മണന്മാരെ താമസിപ്പിക്കുക. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് ഏതൊരു ഭൂമി എടുത്തു കഴിഞ്ഞാലും ബ്രാഹ്മണന്മാർ താമസിച്ച ഭൂമിയാണ് എന്നാണ് നമ്മളോട് പറയുക, അല്ലെങ്കിൽ ഏതൊരു പണിക്കരും നമ്മളോട് പറയുക അങ്ങനെ ആയിരിക്കാം.
അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അതായത് നമ്മൾക്കൊരു കഥയുണ്ട്. ആ കഥ എങ്ങനെയാണ് അല്ലേ? അതായത് പരശുരാമൻ എന്ത് ചെയ്തു? ക്ഷത്രിയന്മാരെ കഴുത്തറുത്ത് കൊന്നു. അപ്പോൾ ആ ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്മാരെ ഈ കേരള ദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അങ്ങനെ താമസിച്ചപ്പോൾ അതിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് താമസിപ്പിച്ചത്? ആ ഭൂമി ഗുണപ്രദമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്, അതായത് ബ്രഹ്മത്തെ അറിഞ്ഞവരെ കൊണ്ട് താമസിപ്പിച്ചത്. അങ്ങനെ താമസിപ്പിച്ച് അത് വ്യാസയോഗ്യമാക്കി എടുക്കുന്നതിനാണ് വിപ്രോച്ചിഷ്ടം എന്ന് പറയുന്നത്. അടുത്തത് ഗവ്യം എന്നുള്ളതാണ്. അഞ്ചാമത്തത് ഗവ്യം. എന്താണ് ഗവ്യം? നമുക്കറിയാം പഞ്ചഗവ്യം നമുക്കറിയാം അല്ലേ? പാല്, തൈര്, ഗോമൂത്രം, ചാണകം, അതേപോലെ തന്നെ മോര്. ഇത്രയും കാര്യങ്ങൾ തുല്യമായ രീതിയിൽ മന്ത്രോപാസനയോട് കൂടിയിട്ട് ചേർത്ത് ഒരു ഗവ്യം നമ്മൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഗവ്യം സൃഷ്ടിച്ച് ആ ഗവ്യം ഒഴിച്ച് വാസ്തുപൂജയും വാസ്തു ഹോമവും ഒക്കെ നടത്തി സ്ഥലത്തെ പൂർണ്ണമായിട്ടും വാസയോഗ്യമാക്കിയെടുക്കുന്ന ഒരു പരിഹാരമാണ് ഗവ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ക്ഷേത്ര സംസ്കൃതിയിൽ പറയുന്ന ഒരു പരിഹാരം എന്നുള്ളത്, ആ ക്ഷേത്ര സംസ്കൃതിയിൽ പറയുന്നത് ഒരു പശുവിനെ 21 ദിവസം ഒരു സ്ഥലത്ത് പൂർണ്ണമായും ആലയിൽ കെട്ടാതെ പൂർണ്ണമായും നിവസിക്കാൻ അനുവദിക്കുകയും 21ാമത്തെ ദിവസം ആ പശു രാത്രി കാലങ്ങളിൽ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലം ക്ഷേത്രത്തിന് യോജ്യമാണ് എന്നും അങ്ങനെയുള്ള സ്ഥലം ക്ഷേത്രത്തിന് എടുക്കാവുന്നതുമാണ് എന്നുള്ളതാണ് ഗോനിവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ദോഷങ്ങളിൽ നമുക്ക് അതിൻ്റെ വാസ്തുപരിഹാരങ്ങളായിട്ടും നിർദ്ദേശിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതേപോലെ തന്നെ മയമതത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഹരണം എന്ന് പറയുന്നുണ്ട്. ഹരണം എന്ന് പറയുന്നത് വിഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നിരപ്പായ വളരെ വലിയൊരു സ്ഥലത്ത് നമ്മൾ ഖണ്ഡം തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പം ഖണ്ഡം തിരിച്ചുകൊണ്ടും വാസ്തുപരിഹാരം ചെയ്യാം. അപ്പോൾ ഏതാണ്ട് 7 കാര്യങ്ങളോളം നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ഖനനം, രണ്ടാമത്തത് പൂരണം, മൂന്നാമത്തത് ഹരണം, നാലാമത്തത് ഗവ്യം, അഞ്ചാമത്തത് വിപ്രോച്ചിഷ്ടം, ആറാമത്തത് ഹരണം, ഏഴാമത്തത് ഘോനിവാസം. അങ്ങനെ 7 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഭൂമിയെ എന്താക്കാം? വാസയോഗ്യമാക്കി എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം എല്ലാവരും കർമ്മപദത്തിൽ വരുത്തുക. അത് നിങ്ങൾക്ക് വിജയപ്രദമായിട്ടുള്ള ഒരു വാസ്തു അനുകൂലത നൽകുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.